ഇത് ഭയങ്കര ക്ലോസ് വോട്ടിംഗ് ആയിരുന്നു. ഒരു വോട്ടിനാണ് മറ്റേ കണ്ടസ്റ്റന്റ് എലിമിനേറ്റ് ആയി പോയത്, ജയ് പാർക്ക്. എന്തോന്ന്, ഞാനാണോ എലിമിനേറ്റ് ആയി? എടാ ദ്രോഹികളെ, എനിക്ക് പൈസ തരാനുള്ളവനെ തന്നെ എലിമിനേറ്റ് ആക്കിയല്ലോടാ. ബിഗ് ബോസ് ജയ് പാർക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ജയ് പാർക്ക് മറ്റ് ലൈവ് സ്ട്രീമർ ജങ്കുക്കും ഭയങ്കര കള്ളുകൂടിയാണ്. ബിഗ് ബോസ് രഹസ്യമായി അവർ കള്ള് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അവർ രണ്ടുപേരും നന്നായിട്ടിരുന്ന് മോന്തുകയായിരുന്നു ബിഗ് ബോസ്. പിന്നെ സ്മോക്കിംഗ് റൂമിൽ നിന്ന് വെളിയിരുന്നവർ സ്മോക്ക് ചെയ്തു ബിഗ് ബോസ്. അത് സുഗ്മൻ ചേട്ടൻ പറഞ്ഞ ശരിയായിരിക്കും. കാരണം അങ്ങേര് വീട്ടിലും ഇങ്ങനെ കുടിച്ചിട്ട് പല എന്തേലും തേങ്ങ ഒക്കെ കാണിക്കും. അത് നമ്മളും ഇവിടെ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളും ജയപാർക്കിനെ ഒരു എലിമിനേഷൻ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പ്രേക്ഷകർ തന്നെ ഇപ്പൊ എലിമിനേറ്റ് ചെയ്തല്ലോ, അപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്തായാലും ജങ്കുക്കിന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആയിരിക്കും ഇത്. ശരി, ആയിക്കോട്ടെ. ഞാൻ ഇവിടെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ കുടിച്ചിട്ടുണ്ടെങ്കിലോ അത് ബിഗ് ബോസിന്റെ കഴിവുകൾ. പിന്നെ ഞാൻ പോകുന്നതിന് മുന്നേ പണ്ട് ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ഉള്ളതാണ്. അല്ലാതെ വോട്ട് കിട്ടാനിട്ടല്ലോ. പാപ്പിയേട്ടാ, എലിമിനേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് പുതിയ ലീഡറിനെ സെലക്ട് ചെയ്യണ്ടേ? അതെ അതെ, ലീഡറിന് മാറ്റും. അത് തന്നെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാ ലീഡർ ആവണ്ടെന്ന് ആരാന്ന് വെച്ചാൽ പറ. എനിക്ക് ഒരാഴ്ചയും കൂടി ലീഡർ ആവാൻ നല്ല താല്പര്യമുണ്ട്. ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും. ഞാൻ പറയുന്നത് ഹീസൻ തന്നെ ആവട്ടെ. ഞാൻ പറയുന്നത് റോസേച്ചി ആവട്ടെന്ന്. ഞാൻ പറയുന്നത് ജനേച്ചി ആവട്ടെന്ന്. ജനേച്ചിയും ജനീഷിയുടെ പേര് പറയാവേ. ഹീസൻ ആവട്ടെ. അതാരേ പറഞ്ഞു? ജനേച്ചിയാ പറഞ്ഞേ. എടാ, അവള് ചിരിച്ചടാ. ഞാൻ പറയുന്നത് യൂങ്കി ചേട്ടനാവട്ടെ. എന്തിന്? എന്നാ പിന്നെ നീ അങ്ങ് ആയിക്കോ, ജങ്കൂക്കാവട്ടെ. ഈ ആഴ്ച സാക്കൂറ ആവട്ടെ. മോനെ ജനീച്ച് ആവണോന്ന് പറയണം. ഇതാണ് ലൂയിക്ക് എന്താ പറയാണ്ടെന്ന്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ തന്നെ ലീഡർ ആവട്ടെ. യെസ് ഗോയ്സ്, ടാർസൻ ബ്രോ തന്നെ ആവട്ടെ. ടാർസൻ ബ്രോ തന്നെ ആവട്ടെ. എന്നാ പിന്നെ ടാർസൻ ആയിക്കോട്ടെ. എന്നാ പിന്നെ ടാർസൻ തന്നെ ആവട്ടെ. ടാർസൻ ബ്രോ തന്നെ ആവട്ടെ. ടാർസൻ ബ്രോ നല്ല. ഓക്കേ സുബിൻ, അപ്പൊ ടാർസൻ ആണ് ലീഡർ. നിങ്ങൾ എന്താ ശർക്കര പറഞ്ഞു കൊടുക്കാൻ സമ്മതിക്കാത്ത? പാപ്പേട്ടനോട് ഇങ്ങനെ സംസാരിക്കാതെ ചേട്ടാ. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞോ. ഈ ആഴ്ചത്തെ വീക്കിലി ചാലഞ്ച് ഫാഷൻ ഷോ ആണ് കേട്ടോ. അല്ല, അത് ലീഡർ അല്ലേ പറയണ്ടേ? ബിഗ് ബോസ് ഈ ഒരു ഫാഷൻ ഷോ മാത്രം എന്നെ ഒന്ന് ഹോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കണം ബിഗ് ബോസ്. എന്താന്ന് വെച്ചാ ചെയ്യേ. എന്തായാലും എനിക്ക് ആ ഫാഷൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമായിരുന്നു. എന്റെ കയ്യിൽ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. ഫാഷൻ ഷോയുടെ ബാക്കി ഡീറ്റെയിൽസ് നാളെ രാവിലെ പറയാം.